നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ. മാരക രാസലഹരിയായ MDMA വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2 യുവതികളും വാങ്ങാനെത്തിയ 3 യുവാക്കളും പിടിയിൽ. KSRTC ബസിൽ MDMA കടത്തിക്കൊണ്ടുവരികയായിരുന്ന കോട്ടയം വൈക്കം സ്വദേശിനികളായ ഓതളത്തറ വീട്ടിൽ വിദ്യ, അഞ്ചുപറ വീട്ടിൽ ശാലിനി എന്നിവരും മയക്കുമരുന്ന് വാങ്ങുവാനായി എത്തിയിരുന്ന കയ്പമംഗലം ചെളിങ്ങാട് സ്വദേശികളായ വൈപ്പിൻകാട്ടിൽ വീട്ടിൽ ഷിനാജ്, ആനക്കൂട്ട് വീട്ടിൽ അജ്മൽ, കടവിൽ അജ്മൽ എന്നിവരാണ് പിടിയിലായത്. KSRTC ബസിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം ലഭിച്ചതനുസരിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ലഹരി വിരുദ്ധ സേനയിലെ അംഗങ്ങൾ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലാകുന്നത്. ഷിനാജ് ബാംഗ്ലൂരിൽ മയക്കുമരുന്നുമായി കടത്തിയതിനുള്ള കേസിലും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു അടിപിടി കേസിലും പ്രതിയാണ്. വാൽപ്പാറ സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപമുള്ള പാടിക്ക് നേരെ കാട്ടാന ആക്രമണം. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ജനലും വാതിലും തകർത്ത് അടുക്കള ഭാഗത്തു കൂടി അകത്ത് കയറിയ കാട്ടാന ഭക്ഷണ സാധനങ്ങൾ കഴിച്ച ശേഷമാണ് മടങ്ങിയത്. CBSE 2025 സംസ്ഥാന കലോത്സവത്തിൽ നൃത്ത ഇനങ്ങളിൽ തിളങ്ങി ക്രസന്റ് പബ്ലിക് സ്കൂളിലെ M ശ്രേയ. നാടോടി നൃത്തത്തിൽ കാറ്റഗറി 4-ൽ 1-ാം സ്ഥാനവും കുച്ചിപ്പിടിയിൽ A ഗ്രേഡും ശ്രേയയ്ക്ക് ലഭിച്ചു. പാലാ മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ സ്കൂളിലായിരുന്നു കലോത്സവം നടന്നത്. ആൻഡ്രു ചെമ്മിഞ്ചേരി ചികിത്സാ സഹായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആൻഡ്രു ചെമ്മിഞ്ചേരി അനുസ്മരണവും ചികിത്സാ സഹായ സമിതി പിരിച്ചുവിടലും നടത്തി. യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം KV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. T ബാലകൃഷ്ണമേനോൻ, TD ശ്രീധരൻ, സുനിൽ സബരിയ, TD സഹജൻ, OS മാധവൻ, VK കാസിം, PG മോഹനൻ, TR ഔസേപ്പുട്ടി, KV ഷാജു എന്നിവർ പ്രസംഗിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. ബാങ്ക് പരിധിയിലുള്ള 6 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് S ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് മുൻ സെക്രട്ടറി KK ജയലക്ഷ്മി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് അമ്പിളി സജീവൻ, ഭരണസമിതി അംഗങ്ങളായ PP ഡേവിസ്, KK സുരേന്ദ്രൻ, KS രഘു, P നന്ദകുമാർ, PV ബിജു, ശ്രീഹരി കർത്ത, നിഷി ശശിധരൻ, സെക്രട്ടറി ഇൻചാർജ് ബ്രീസി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ശിശുദിന ആഘോഷത്തിന്റെ ഭാഗമായി വൈസ്മെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട്, പുതുക്കാട് ടൗൺ ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 22 അംഗൻവാടികളിലും ഒരു പ്രീ സ്കൂളിലും ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട്ടിൽ, സെക്രട്ടറി KL സുരേഷ്, ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ ജോവിൻ ജോസ്, ക്ലബ്ബ് പ്രസിഡന്റ് ജോബി മധുരക്കറി, ട്രഷറർ TR ലോറൻസ് എന്നിവർ നേതൃത്വം നൽകി. പങ്കെടുത്ത എല്ലാ കുരുന്നു പ്രതിഭകൾക്കും പുതുക്കാട് ക്ലബ്ബ് സമ്മാനങ്ങളും കളറിംഗ് സാമഗ്രികളും വിതരണം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇന്ദിര പ്രിയദർശിനി, ഗ്രാമീണ മഹിള, കൗസുർബ, ദീപ്തി, ശാന്തി, ശ്രീനാരായണ, സ്നേഹദീപം, ഹരിജൻ മഹിളാ സമാജം, ശാന്തി, പ്രതീക്ഷ, ചിത്തിര, സ്നേഹ, അനശ്വര, അക്ഷര, ചൈതന്യ സ്വാതി, ദൃശ്യ, ഒഴലൂർ ജ്യോതി, ഗീതാഞ്ജലി, ഐശ്വര്യ, നവഭാരത്, ശ്രീനാരായണ SN പുരം, ഗ്രാമീണ മഹിളാ അംഗൻവാടി ചെങ്ങാലൂർ എന്നീ അംഗൻവാടികളിലും SN പ്രീ സ്കൂളിലും കുട്ടികൾക്ക് ചിത്രരചന പെയിന്റിംഗ് സാമഗ്രികളും സമ്മാനങ്ങളും നൽകി. തൃശൂർ കോർപ്പറേഷൻ കോൺഗ്രസ് കൗൺസിലർ നിമ്മി റപ്പായി രാജിവെച്ചു. കോർപ്പറേഷനിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് രാജി. ഒല്ലൂർ ഡിവിഷനിൽ NCP ടിക്കറ്റിൽ മത്സരിക്കും. പാർട്ടി നീതി കാട്ടിയില്ലെന്ന് നിമ്മി റപ്പായി പറഞ്ഞു. വെണ്ടൂർ ചെറുവത്തൂർ കല്ലൂക്കാരൻ ജോണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. പരേതയായ സിസിലിയാണ് ഭാര്യ. ലിജോ, നിജോ, സീജ എന്നിവർ മക്കളും ജസ്മി, പോൾ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ
അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,465 രൂപയും പവന് 91,720 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.